നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന ഘട്ടമെത്തിയതോടെ പ്രചാരണം ഊർജിതമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അവസാന ഘട്ടത്തിലും വർഗീയത പ്രചാരണായുധമാക്കി ഇടതു വലതു സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ് തന്നിട്ടുള്ള വരികളിൽ തന്നെ എന്താണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രമെന്ന് വ്യക്തമാണ്. ഒന്ന്, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ. രണ്ട്, അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം. ഒപ്പം ദേശീയത പ്രചാരണായുധമാക്കി ഒരു വശത്ത് BJP, മറുവശത്ത് വർഗീയത പ്രചാരണായുധമാക്കി ഇടതു വലതു സ്ഥാനാർത്ഥികളും. എന്താണ് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു പൊതുചിത്രം? കൃഷ്ണരാജ് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മലയോര മേഖലയാണ് നിലമ്പൂർ. ഇവിടെ കൂടുതലായും മലയോര നിവാസികൾ, കാടിനോട് ചേർന്ന് കഴിയുന്ന നിരവധി ആളുകൾ ഉണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാരാണ് ഈ ആളുകളെല്ലാം തന്നെ. വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ മറ്റ് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന സാധാരണപ്പെട്ട നിരവധി ആളുകളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഇവർ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം വന്യജീവി ആക്രമണം തന്നെയാണ്. നിരവധി പേരുടെ ജീവനുകളടക്കം ഇതുവഴി നഷ്ടമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടമായി. കടുവയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി. ഇങ്ങനെ ആളുകളുടെ ജീവനുകൾ നഷ്ടമായിട്ട് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉള്ള ഒരു ഇടപെടലും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. PV അൻവർ രാജിവെച്ചതിലൂടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുകയാണ് നിലമ്പൂർ. ഇപ്പോഴും നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇടത് വലത് മുന്നണികൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും സമയമില്ല. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ച്, നിലമ്പൂർ മാത്രമല്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഒരു ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള പ്രചാരണമാണ് ഈ 2 മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്ത് അത് വിവാദമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുവഴി ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ മുസ്ലിം വോട്ടുകൾ സ്വരൂപിക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് അവരുടെ പ്രചാരണം. പക്ഷേ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ കൃത്യമായി തന്നെ പ്രചാരണ രംഗത്ത് കടക്കുമ്പോഴും അതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോഴും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖല അനുഭവിക്കുന്ന ഈ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ, കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, നിരവധി കൃഷിക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇവിടെ കൃഷി. പക്ഷേ ആ കൃഷി ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. കാട്ടാനകൾ മാത്രമല്ല, മറ്റ് കാട്ടുപന്നികളും കുരങ്ങുകളും മയിലുകളും അടക്കം ഇങ്ങനെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥയുടെ വിഷയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ അവരുടെ കൃഷി വലിയ രീതിയിൽ നശിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. അതിന് കൃത്യമായ നഷ്ടപരിഹാരം പോലും അവർക്ക് കൃഷി വകുപ്പിൽ നിന്നോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതോടൊപ്പം ഈ രീതിയിൽ കാട്ടാനയുടെയും മറ്റും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ മനുഷ്യജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സംഭവം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവും കൂടിയാണ് ഇത്തരത്തിലുള്ള വന്യമൃഗശല്യവും അതുവഴി ഇവിടെ ഉള്ള ആളുകൾ അനുഭവിക്കുന്ന ഈ നീറുന്ന പ്രശ്നങ്ങളും. പക്ഷേ ആ വിഷയങ്ങളൊന്നും തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തൊട്ടു മുൻപ് തന്നെ ചെയ്ത ആ സ്റ്റോറിയിൽ അതിൻ്റെ എല്ലാം കൃത്യമായ കാര്യങ്ങൾ ഉണ്ട്. അതിനു മുൻപ് ടിൻഡുദാസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ വിഷയമായി അവതരിപ്പിക്കപ്പെടുന്നത് വർഗീയ വിഷയം തന്നെയാണ്. ഇടത് വലത് മുന്നണികൾ ആ വിഷയത്തിൽ ഊന്നി മാത്രമാണ് പ്രചാരണം നടത്തുന്നത്. കാരണം അവർക്ക് മറ്റ് വിഷയങ്ങൾ, ജനങ്ങളുടെ പൊതുവായ വിഷയങ്ങളിൽ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം മുൻപ് നിയമസഭാ സാമാജികർ ആയിരുന്നത് UDFും LDFുമാണ്. മാറി ആയിരുന്നു അവർ ഇവിടെ MLA ആയിരുന്നത്. കഴിഞ്ഞ 2 തവണ PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. ഭരണത്തിലും അവരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു മുൻപ് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. 1987 മുതൽ 5 തവണ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ MLA ആയി ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊന്നും തന്നെ ഈ ഒരു വിഷയങ്ങളിൽ ഇടപെടുകയോ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ കൃത്യമായി ഊന്നി പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രചാരണം നടത്താൻ കഴിയുന്നില്ല
സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ വിഷയങ്ങളിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മറുഭാഗത്ത് PDP LDF-നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ രണ്ട് വിഷയങ്ങളിലും ഊന്നിയാണ് അവരുടെ ഒരു വിമർശനങ്ങളും വാഗ്വാദങ്ങളും ഇപ്പോൾ നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മൗലികവാദ സംഘടനയാണ്, മതരാഷ്ട്രവാദമാണ് അവരുടേത് എന്ന് LDF നേതാക്കൾ പറയുന്നു. MV ഗോവിന്ദനും മറ്റ് മന്ത്രിമാരടക്കമുള്ളവർ അത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുന്നു. മറുഭാഗത്ത് PDP അത്തരത്തിലുള്ള ഒരു സംഘടനയാണെന്ന VD സതീശൻ അടക്കമുള്ള UDF നേതാക്കൾ പറയുന്നു. നമുക്കറിയാം, ഈ രണ്ട് സംഘടനകളും മൗലികവാദ സംഘടനകളാണ്, തീവ്രവാദ സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രവാദത്തിന് വേണ്ടി ഉള്ള ആശയമാണ് അവരുടേത്. അതോടൊപ്പം തന്നെ PDP-യെക്കുറിച്ച് നമുക്കറിയാം, കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അതോടൊപ്പം തന്നെ കോയമ്പത്തൂരിലെ സ്ഫോടന കേസിൽ അവരുടെ ചെയർമാൻ മദനി ജയിലിലാണ് ഇപ്പോഴും കഴിയുന്നത്. അങ്ങനെ നിരവധി തടിയൻ്റെ അവിടെ നസീർ, ലഷ്കർ-ഇ തോയ്ബയുടെ കമാൻഡറായിരുന്ന തടിയൻ്റെ അവിടെ നസീറിൻ്റെ മാതൃകാ സംഘടന കൂടിയാണ് PDP. ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ്, ഭീകരവാദ സ്വഭാവമുള്ള സംഘടനയാണ് PDP-യും. ഈ രണ്ട് ഇത്തരത്തിലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇടത് വലത് മുന്നണികൾ ഇവിടെ മത്സര രംഗത്ത് ഉള്ളത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ഒരാഴ്ച മാത്രം അകലെ, അവസാന ഘട്ടത്തിൽ പ്രചാരണം ഊർജിതമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. വർഗീയ പ്രചാരണം ആയുധമാക്കുകയാണ് ഇടതു വലത് സ്ഥാനാർത്ഥികൾ. അതിൽ നിലമ്പൂരുകാർക്ക് അനിഷ്ടമോ എന്ന സംശയവും ഉയരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.